എല്ലാവർക്കും നമസ്കാരം. വണ്ടർ കാടമത്തിൻ്റെ ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്താണ്. നമ്മൾ ഇന്നൊരാളെ തപ്പിപ്പിടിച്ച് ഇവിടെ എത്തിയതാണ്. നെടുങ്കണ്ട സ്വദേശിയായിട്ടുള്ള കാവിൽപുരയിടത്തിൽ അഡ്വക്കേറ്റ് ഷാജി തോമസ് സാർ. ഇദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയം പല അത്ഭുതജാലങ്ങളും നമ്മുടെ ഗ്രാമ്പു കർഷകരിൽ ഉണ്ടാക്കുമെന്നുള്ളതാണ്. ഇദ്ദേഹം ഒരു സിമ്പിളായിട്ട് ഒരു ചെറിയ മെത്തേഡ് കൊണ്ട് ഗ്രാമ്പു എളുപ്പത്തിൽ എങ്ങനെ അടർത്താമെന്ന് നമ്മുടെ പ്രേക്ഷകരെ ഇന്ന് പഠിപ്പിക്കുകയാണ്. സംഭവം സിമ്പിളാണ്, പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ച വഴിയും അതെങ്ങനെയാണ് ഇദ്ദേഹം ചെയ്യുന്നതെന്നുമൊക്കെയുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്നത്തെ ഈ ഒരു അധ്യായത്തോടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഇനി ഗ്രാമ്പു വളർത്താനായിട്ട് ആരും രാത്രി ഉറക്ക വളച്ച് കഷ്ടപ്പെടേണ്ടതില്ല. വെറും 2 മിനിറ്റ് കൊണ്ട് ഇനി സുഗമമായിട്ട് എങ്ങനെ ഗ്രാമ്പു വളർത്താമെന്നാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനുമായിട്ട് കാണുക. പോകാം വ്യത്യസ്തമായ ഒരു അധ്യായത്തിലേക്ക്. നമസ്കാരം സാർ. നമസ്കാരം. ഇത് ഇന്നിപ്പോൾ നമ്മൾ ഗ്രാമ്പു കർഷകർക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ആ സന്തോഷ വാർത്ത എന്താണെന്ന് അഡ്വക്കേറ്റ് കൂടിയായ ഷാജി സാർ ആദ്യമേ തന്നെ ഇതിനെക്കുറിച്ച് ഒന്ന് പറയുന്നതാണ്. അതായത് ഈ ഗ്രാമ്പു കൃഷിക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ലേബർ ചാർജ്. അപ്പം സാധാരണ ഇത് ഒടിച്ചെടുക്കാൻ, പിന്നെ ഒടിച്ചെടുത്ത സാധനം രണ്ടാമത് അടത്തിയെടുക്കാൻ അതിനാണ് പണി വരുന്നത്. അതെ, നമ്മൾ ഇത് അടത്തിയെടുക്കാൻ ഉള്ളൊരു പരിപാടിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പം ഇത് പിന്നെ ഈ ഗ്രാമ്പൂവിന് ഒരു 900 രൂപ ഒക്കെ ശരിക്കും പറയാൻ ന്യായമായിട്ടുള്ള ഒരു വിലയാണ്. നമുക്ക് ലേബർ ചാർജ് ഇതുപോലെ ആകുന്നതുകൊണ്ട് നമുക്കിത് പല ആൾക്കാരും കൃഷിക്കാരും മുഴുവൻ നിർത്തുക പരിപാടി. ഏറ്റവും വലിയ പ്രശ്നം ലേബർ ചാർജ് എന്ന് പറയുമ്പോൾ ഇത് ഒടിച്ചെടുക്കാനും അടത്തിയെടുക്കാനും ഉള്ള ചിലവാണ്. അപ്പം ഇത് ഈ ഒരു പരിപാടി എന്ന് പറയാൻ ഒരു 100 കിലോ ഗ്രാമ്പൂ അടത്തിയെടുക്കുന്നതിന് ഒരു മണിക്കൂർ മതി. ഒരു മണിക്കൂർ ഒരാൾ മെനക്കെട്ടാൽ 100 കിലോ ഗ്രാമ്പൂ. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്? എങ്ങനെ ഈ അടത്തിയെടുക്കാൻ ഒരു 100 കിലോ ഗ്രാമ്പു അടത്തിയെടുക്കാൻ ആദ്യമേ ചെയ്യുന്ന പരിപാടികൾ എന്തൊക്കെയാണ്? ആദ്യമേ ഞാനിപ്പം കാണിച്ചു തരും. അതായത് ഗ്രാമ്പു നമ്മൾ പച്ചയായിട്ട് തന്നെ അത് പിഞ്ചില്ലാതെ വേണം. പിഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി താമസം വരും. പിന്നെ പോയിട്ട് ഇത് ചവിട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. കൂടുതലുണ്ടെങ്കിൽ ചവിട്ടി എടുക്കുക, അല്ല കൈക്ക് അടർത്തിയെടുക്കുക. ഒരു 2-3 ആദ്യമേ ഒരു ഇത് മൊത്തം എടുത്തിട്ട് ഒന്ന് തിരുമ്മി എടുക്കുമ്പോൾ തന്നെ ഒരു 80% ഇത് കമ്പ് കൂട്ടി നല്ല കാ തന്നെ കിട്ടും. അത് നമ്മൾ സൈഡിലേക്ക് മാറ്റി വെക്കുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ നല്ലപോലെ ചവിട്ടുക. അതിനകത്ത് നല്ലപോലെ കമ്പ് വരും, അത് മാറ്റി വെക്കുക. പിന്നെ ഒന്ന് ഇടച്ചു മാറ്റി കഴിയുമ്പം കമ്പ് തന്നെ അതിനകത്ത് 5-6 ഇതുമായിട്ടും 2-3 ഐറ്റമായിട്ട് ഇങ്ങനെ കിട്ടും. തിരിഞ്ഞു വെക്കുക. തിരിഞ്ഞു വെച്ചിട്ട് ഇതിനകത്ത് ഇടുക. എന്നിട്ട് നമ്മുടെ അടുത്ത് മാറ്റി വെക്കുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം വെക്കുന്ന കൂടുതലുള്ള സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു ഇടുമ്പോൾ അപ്പം തന്നെ കമ്പ് മാറി പെട്ടെന്ന് തന്നെ കിട്ടും. അതല്ല സാറേ ഉദ്ദേശിച്ച്, നമ്മൾ ഇതിന്റെ ആ പ്രവർത്തനം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി. ആദ്യമേ ഒരു ബക്കറ്റിലേക്ക് അതായത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു 25 ലിറ്റർ വെള്ളത്തിൽ വെള്ളം എടുക്കുക. 25 വെള്ളം എടുത്തിട്ട് അത് വലിയ ബക്കറ്റാണെന്ന് പറയാം. കുറച്ച് ഗ്യാപ്പ് കിടക്കണം. അപ്പം അതിനകത്തേക്ക് ഒരു 10 കിലോ അല്ല 15 കിലോ ഗ്രാമ്പു ഏതായാലും തരത്തിലുള്ള നമ്മുടെ ചവിട്ടി 3 ടൈപ്പ് ഉണ്ടല്ലോ, ഏതാണേലും വാരിയിടുക. അപ്പൊ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ സാധാരണ പച്ച വെള്ളമാണോ? നല്ല വെള്ളം എന്നിട്ട് ഇതിന്റെ അകത്തേക്ക് വാരിയിടുക. വാരിയിടുന്നതിന് മുമ്പ് ഇപ്പൊ 25 ലിറ്റർ ആണെങ്കിൽ ഒരു 1.5 കിലോ ഉപ്പ്. 1.5 കിലോ ഉപ്പ്. സ്പ്രിംഗ്ലർ ഉപ്പ് ഏതാ? ഏത് പാടലും മതി. കല്ലുപ്പ് ഞാൻ നോക്കിയിട്ടില്ല. മറ്റേ ഉപ്പായ മതി എന്തായാലും. അതിടുക, ഇളക്കിയെടുക്കുക. ഇളക്കി കഴിയുമ്പോൾ നല്ല ഇളക്കുക. ഇളക്കിയിട്ട് ഒരു 10 സെക്കൻഡ് അനങ്ങാതെ നിന്ന് കഴിയുമ്പോൾ ഈ കമ്പെല്ലാം താഴെ ചാടും. അടിയിൽ പോകും. എന്നിട്ട് അത് വാരിയെടുക്കുക. ഇത് ഉപ്പുവെള്ളത്തിൽ ഇടുന്നതുകൊണ്ട് നമ്മൾ പിന്നെ മറ്റേ നല്ല വെള്ളത്തിലൊന്ന് മുക്കിയെടുത്ത് ഇട്ട് ഇടുക. നമുക്കൊരു 100 കിലോ എടുക്കണമെങ്കിൽ എന്തായാലും സമയം വേണ്ടി വരുമായിരിക്കും. 100 കിലോ എടുക്കണ 1 മണിക്കൂർ മതി. 1 മണിക്കൂർ സിമ്പിൾ ആയിട്ട് അത് കൊള്ളാം. ഏതെക്കാലം പുതിയതായിട്ട് ഒരു അറിവാണ്. കാരണം കൃഷിക്കാരെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായത് ഇത് അടത്തിയെടുക്കാന്ന് പറഞ്ഞാൽ രാത്രിയിൽ ആൾക്കാരെ 10 പേര് പറിക്കണം, 5 പേരിന് അടത്തണം. അതെ, ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അത് നമ്മൾ പല ഇതിനകത്ത് മോട്ടർ വെച്ച് മറ്റേ മെഷീൻ, മുളക് മെതിക്കുന്ന മെഷീന്, അതുപോലെ പല ആൾക്കാരും ഇത് മെഷീനായിട്ട് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. ഇതിനകത്തെല്ലാം ഈ കമ്പ് വരും, മെതിച്ച് തരും, പക്ഷെ ചവിട്ടി തരും, പക്ഷെ കമ്പ് വരും. ഇങ്ങനെ സാറിന് ഒരു ഐഡിയ എങ്ങനെ ഉണ്ടാകാനുള്ള കാരണം? അത് നമ്മളിങ്ങനെ കുറെ കാര്യമായിട്ട് നോക്കിയത് പരീക്ഷിച്ച് വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പല കാര്യങ്ങളും നോക്കി. ഇത് ഈ വെള്ളം ഒഴിച്ച് പഴുപ്പിച്ച് നോക്കി. അങ്ങനെ കേട്ടാൽ ഇടയ്ക്ക് പഴുപ്പിച്ച് നോക്കി പഴുക്കും, പക്ഷേ അതിൻ്റെ ഒരു
ക്വാളിറ്റി ക്വാളിറ്റി നഷ്ടപ്പെടും. വ്യത്യാസമുണ്ട്. ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ല, ഉപ്പല്ല നമുക്ക് ആഹാര സാധനമാണല്ലോ. അതെ, ഈ ഉപ്പിൻ്റെ അകത്തിട്ടാണ് ഇങ്ങനെ പൊങ്ങി വരുമെന്നും മറ്റേ താന്നു വരുമെന്നും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ കാരണം എന്നാ? ഉപ്പ് നമ്മൾ സാധാരണ കടൽ വെള്ളത്തിൽ ഈ ചാവുകടലിലൊക്കെ ഈ ഉപ്പം കിടക്കുന്ന ഒരു പരിപാടി അങ്ങനെ ആലോചിച്ചങ്ങ് വെച്ചതേ ഉള്ളൂ. അത് അവിചാരമായിട്ടൊന്നും ഒന്നേ ഉള്ളൂ. നമ്മളിത് ഇതിനകത്തൊരു ഗവേഷണം നടത്തിയൊന്നും നമ്മുടെ ആവശ്യം അനുസരിച്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. കടലിൽ ആൾക്കാർ പൊങ്ങി കിടക്കുന്നു. അല്ല, നമ്മൾ ഉപ്പിന്റെ ഒരു അംശമാണല്ലോ, അതുകൊണ്ട് വെറുതെ നോക്കി ഉണ്ടായി. അതുകൊണ്ട് ഇതുപോലെ പല സാധനം നോക്കിയപ്പോൾ ഇതുവരെ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ.